ഗായികയും അഭിനേതാവുമായ അഭിരാമി സുരേഷ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിലൂടെ പിന്നണി ഗാനരംഗത്തെത്തിയ അമൃത സുരേഷിന്റെ സഹോദരിയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ അഭിരാമി തന്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്നതിന്റെ പേരിൽ പലപ്പോഴും സൈബർ അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന അഭിരാമിയുടെ സംഗീത പരിപാടിയുടെ വീഡിയോകൾക്ക് താഴെ നിരവധി പേരാണ് സംസ്കാരം തൊട്ടു തീണ്ടാത്ത മോശം കമന്റുകൾ ഇട്ടത്. ഇതിനെതിരെ വളരെ വൈകാരികമായ ഒരു ദീർഘമായ പോസ്റ്റുമായി അഭിരാമി സുരേഷ് രംഗത്തെത്തി. ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ് അഭിരാമിയുടെ പ്രതികരണം. അധിക്ഷേപ വാക്കുകളേക്കാൾ വേദനിപ്പിക്കുന്നത് ചിന്തകളുടെ അഭാവമാണെന്ന് താരം പറയുന്നു. അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വ്യത്യസ്തമായ ആംഗിളുകളും മോശം റാം ഷോട്ടുകളും താഴെയായി സ്ഥാപിച്ച ക്യാമറകളുമാണ് ഉണ്ടായിരുന്നത്. നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ഷോ. 2.5 മണിക്കൂർ നേരം ആദ്യാവസാനം എല്ലാവരും സജീവമായിരുന്നു. അനങ്ങാതെ നിന്ന് പാടാൻ കഴിയുന്ന ഇതിഹാസ താരമല്ല താനൊരു പെർഫോമറാണ്. നൃത്തം ചെയ്യും. ആ നിമിഷത്തിനു വേണ്ടി ശരീരവും ശ്വാസവും സമർപ്പിക്കും. അതാണ് താൻ ചെയ്തത്. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് വ്യത്യസ്തമായ മാനസികാവസ്ഥയാണ്. മറുവശത്തുള്ളവരോട് ഒട്ടും ദയയില്ല. ലിംഗഭേദമോ പ്രായമോ സന്ദർഭമോ ഒന്നും പരിഗണിക്കില്ല. ഇതിന് തിരികൊളുത്താൻ ഒരു കമന്റ് മതി. വളരെ വേഗം അത് വലിയ മത്സരമായി മാറും. ആരാണ് കൂടുതൽ അപമാനിക്കുന്നത്? ആരാണ് കൂടുതൽ ക്രൂരൻ? ആർക്കാണ് കൂടുതൽ ഉച്ചത്തിലും വൃത്തികെട്ട രീതിയിലും പറയാൻ കഴിയുക എന്ന മത്സരം. ശാരീരികമായ അധിക്ഷേപം, ബോഡി ഷെയ്മിങ്, ലൈംഗിക അധിക്ഷേപം എല്ലാം ചെയ്യുന്നത് വിനോദം പോലെയാണ്. ഏറ്റവും വേദനിപ്പിക്കുന്നത് വാക്കുകളല്ല, മറിച്ച് ചിന്തകളുടെ അഭാവമാണ്. അതൊരു ലൈവ് പരിപാടിയാണെന്ന് ചിന്തിക്കാൻ ഒരു നിമിഷമില്ല. നിറഞ്ഞ സദസ്സിന് മുന്നിൽ 2.5 മണിക്കൂർ ഒരാൾ ആടുകയും പാടുകയുമാണ്. ലൈവ് പരിപാടിയിൽ പിഴവുകൾ സംഭവിക്കും. ഓരോ കലാകാരനും അവരുടേതായ രീതിയിൽ നിലനിൽക്കാനും കഴിവുകൾ പ്രകടിപ്പിക്കാനും അവകാശമുണ്ട്. സോഷ്യൽ മീഡിയ നിശബ്ദമായി ഒരു മാലിന്യക്കുഴിയായി മാറി. അവിടെ വിജയിക്കുക എന്നാൽ ഏറ്റവും മോശമായിരിക്കുക എന്നാണ്. നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് സത്യമായും എനിക്കറിയില്ല. ഇന്നലെ രാത്രി അതെനിക്ക് വലിയ ഭാരമായി മാറി. ഇന്ന് രാവിലെ എനിക്ക് രസകരവും അതേസമയം സങ്കടകരവുമായ ഒരു കാര്യം മനസ്സിലായി. ഒരു കപ്പ് പോസിറ്റിവിറ്റി കൊണ്ട് കാട്ടുതീ കെടുത്താനാകില്ല. അതുകൊണ്ട് ക്ഷീണിതയായി ശ്വാസം മുട്ടി നിശബ്ദയായി ഞാനൊരു വശത്തേക്ക് മാറി നിൽക്കുകയാണ്. അതിനെതിരെ പോരാടാതിരിക്കാൻ തീരുമാനിക്കുകയാണ്. കൂടുതൽ ദയ വേണ്ട. ലോകത്തെങ്ങനെയോ നമ്മൾ കൂടുതൽ വെറുപ്പാണ് കൈമാറുന്നത്. ഒരുപക്ഷെ അതായിരിക്കാം തമാശ, ഒരുപക്ഷെ അതായിരിക്കാം കുറ്റസമ്മതം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. സോഷ്യൽ മീഡിയ ഏറെക്കാലമായി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ അതൊരു ഡയറി പോലെയാണ്. സമൂഹത്തിനോ പ്രേക്ഷകർക്കോ ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തതെന്നറിയാതെയാണ് ഞാൻ അധിക്ഷേപം നേരിടുന്നത്. എന്നാൽ അതങ്ങനെ ഇരിക്കട്ടെ. കുടുംബമെന്നും സുഹൃത്തുക്കളെന്നും വിളിക്കാവുന്ന ചില മനുഷ്യരെ ലഭിച്ചതിൽ താൻ ഭാഗ്യവതിയാണ്. പ്രതിസന്ധികളിൽ ചേർത്തു പിടിച്ചവർ. എല്ലാവർക്കും ആ അനുഗ്രഹം ഇല്ല. വിദ്യാർത്ഥിയോ പ്രൊഫഷണലോ കലാകാരനോ ആരോ ആകട്ടെ, പെൺകുട്ടിയോ ട്രാൻസ്ജെൻഡറോ ആകട്ടെ, അതൊന്നുമല്ലെങ്കിൽ വെറുമൊരു മനുഷ്യനായാൽ പോലും നിങ്ങൾ അധിക്ഷേപങ്ങൾ അർഹിക്കുന്നില്ല. ഏത് സാഹചര്യത്തിലും ആരെങ്കിലും നിങ്ങളെ താഴോട്ട് വലിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർമ്മിക്കുക, അവർ നിങ്ങളുടെ പ്രഭ കെടുത്താനായി അവരുടെ ഊർജവും സമയവും ചെലവഴിക്കുകയാണ്. അതിൽ വീണു പോകരുത്. നിങ്ങളുടെ നിലനിൽപ്പിന് അവരുടെ അംഗീകാരം ആവശ്യമില്ലെന്നും അഭിരാമി സുരേഷ് കുറിക്കുന്നു.